ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ ഗൈസ്. നമുക്കത് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പേപ്പർ കട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ശരിക്കും ഞാൻ ഈ സംഭവം പിൻട്രസ്റ്റിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ 2-3 യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ക്രാഫ്റ്റും ചെയ്യാൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ആദ്യം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ ബ്ലേഡ് എടുത്തിട്ട് രണ്ടാക്കി ഒന്ന് ഒടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കാൻ ഞാൻ നമ്മുടെ സെല്ലോ ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയാണ്, നല്ല രീതിക്ക് ഒട്ടിക്കാൻ കേട്ടോ. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടൊക്കെ അത് ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് അത് ഫ്ലോപ്പ് ആയിപ്പോയി, കാരണം ഇളകിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ഞാനൊരു പേപ്പറിൽ ഇതുപോലെ കുറച്ച് ചെറി വരച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ആകെ വരയ്ക്കാൻ അറിയുന്നത് അത് മാത്രമാണ്, അതുകൊണ്ടാണ് വരച്ചു വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഡബിൾ സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അതെടുത്ത് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മളൊരു മൂടി കൂടി സെറ്റാക്കാനായിട്ട് അതിൽ തന്നെ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. അങ്ങനെ മൂടിയുടെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടേ. അങ്ങനെ നമ്മുടെ പേപ്പർ കട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ക്യൂട്ട് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെറിയ വരച്ചൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വരക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ സ്റ്റിക്കർ നോക്കിയപ്പോൾ എനിക്ക് ചെറിയ കിട്ടിയില്ല. പക്ഷേ 2 ആപ്പിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഇങ്ങോട്ട് എടുത്തു. എൻ്റെ ആപ്പിളിൻ്റെ ചെറിയ പീസ് ഞാൻ എടുത്തപ്പോൾ ഇങ്ങോട്ട് പുറിഞ്ഞു വന്നിട്ടോ. പിന്നെ ഞാൻ അതൊരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സംഭവം എന്തായാലും വർക്കിംഗ് ആണ് ഗൈസ്. ഞാൻ നല്ല രീതിക്ക് വർക്കിംഗ് ആണ്, കാരണം ഞാൻ കട്ട് ചെയ്തപ്പോൾ നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കാൻ നോക്കട്ടെ, അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഇത് വരും. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ടാറ്റാ.